BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരം M5 ന്യൂസിന്. സംഗീത ലോകത്തെ അതുല്യ പ്രതിഭാ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനും പുരസ്കാരത്തിന് അർഹത നേടി. 11,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വയലാറിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി മൺമറഞ്ഞ കലാകാരന്മാരെ അനുസ്മരിക്കുന്ന പുരസ്കാരമാണിത്. ഈ വർഷത്തെ വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരം സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ നൽകും. 11,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് M5 ന്യൂസും അർഹത നേടി. ഈ പുരസ്കാരത്തിലൂടെ വയലാർ സാംസ്കാരിക വേദി ഈ നമ്മുടെ മൺമറഞ്ഞുപോയ ഒട്ടനവധി ഗ്രഹാതുരത്വം നൽകുന്ന ഗാനങ്ങൾ നമുക്ക് മലയാളത്തിൽ നൽകിയ പ്രിയപ്പെട്ട ഗായകനാണ് കമുകറ പുരുഷോത്തമൻ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കമുകറ പുരുഷോത്തമൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി ആണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള സ്മരണാഞ്ജലി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരം ഈ വർഷം നൽകുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ പണ്ഡിറ്റ് രമേശ് നാരായണനാണ്. പണ്ഡിറ്റ് രമേശ് നാരായണനാണ് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ച 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും നൽകുന്നത്. അതിനോടനുബന്ധിച്ച് വയലാറിൻ്റെ സിംഗേഴ്സ് ഒട്ടനവധി മലയാള സിനിമകളിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായകർ വയലാർ ഇദ്ദേഹത്തിൻ്റെ കമുകറ പുരുഷോത്തമൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനാഞ്ജലി ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ദൃശ്യമാധ്യമ രംഗത്ത് ഉള്ള സംഭാവനയ്ക്ക് M5 ന്യൂസിന് ഉള്ള പുരസ്കാരവും ഈ വേദിയിൽ വെച്ച് നൽകുന്നുണ്ട്. 20/12/2022 അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 5:30 തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടക്കുന്ന കമുകറ പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ആണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്. ഈ പുരസ്കാരത്തോടനുബന്ധിച്ച് ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾ ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളേവരുടെയും എല്ലാവിധമായ സഹകരണവും ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡിസംബർ 20-ാം തീയതി വൈകിട്ട് 5:30 തിരുവനന്തപുരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടക്കുന്ന വയലാർ കമുകറ പുരുഷോത്തമൻ അനുസ്മരണ ചടങ്ങിൽ മന്ത്രി GR അനിൽ പുരസ്കാരം സമർപ്പിക്കും. M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.